Meet the editors. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ട് നടത്തിയ റോഡ് ഷോയിൽ മലപ്പുറത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി അബ്ദുൽ സലാമിന് പങ്കെടുക്കാനായില്ല. സ്ഥലപരിമിതിയുള്ളതിനാൽ വാഹനത്തിൽ കയറാനായില്ല എന്നാണ് അബ്ദുൽ സലാം റിപ്പോർട്ടറിനോട് പറഞ്ഞത്. SPG ലിസ്റ്റിൽ പേരുണ്ടായിരുന്നില്ല എന്നാണ് ബി.ജെ.പിയുടെ വിശദീകരണം. റോഡ് ഷോയിൽ പങ്കെടുക്കാനാകാത്തതിന്റെ അതൃപ്തി അബ്ദുൽ സലാം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. വണ്ടി കയറാൻ നേരത്തെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അത് കാര്യമില്ല, ഞങ്ങൾ എത്ര പേരുള്ളതാണ്. അല്ലാതെ വണ്ടിയിൽ കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാ, അല്ലാതൊന്നും അല്ല. ഞങ്ങൾ അതിനെ വലുതാക്കി ഇഷ്യൂ ആക്കണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞു, ഇത്രയും വലിയ 18 കോടി ജനങ്ങളുള്ള പാർട്ടിയിൽ ഇതൊക്കെ സാധാരണ അതിന് കയറാൻ പറ്റത്തില്ലെങ്കിൽ തന്നെ അത് പ്ലാൻ ചെയ്താലും ബസ് ആയിരിക്കും. അല്ലാതെ നിങ്ങൾ അതിനെ കയറി പിടിക്കണ്ട. മോദിയെ കണ്ടു, അത് വിഷ് ചെയ്തു. ഞാൻ പറയും മലപ്പുറം ക്യാൻഡിഡേറ്റാന്ന് പറയും, വിഷ് ഗുഡ് ലക്ക് എന്ന് പറയും. ഞാൻ പറയും മോഡി ഞാൻ മലപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. അബ്ദുൽ സലാമിനെ അപമാനിച്ചോ എന്നതാണ് ചോദ്യം. വിനികേഷ് കുമാർ, ഇന്നിപ്പോൾ ഡിബേറ്റും ഈ വിഷയമായിരുന്നല്ലോ. അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? അത് ഞാനല്ല ആ ഉത്തരം പറയേണ്ടത്, അത് അബ്ദുസലാമാണ് ആ ഉത്തരം പറയേണ്ടത്. രാവിലെ സുജിയ പാർവതിയുടെ സൗണ്ട് ബൈറ്റിൽ സി കൃഷ്ണകുമാർ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, മലപ്പുറം, പൊന്നാനി, പാലക്കാട് ഈ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളായിരിക്കും നരേന്ദ്രമോദിയോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുക എന്നുള്ളത്. നമുക്കിപ്പോൾ മലപ്പുറം സ്ഥാനാർത്ഥിയെ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പങ്കെടുപ്പിക്കണമെന്നൊരാഗ്രഹം ഒന്നും ഇല്ലല്ലോ. പക്ഷേ BJP ആ നിലയിലായിരുന്നു ആസൂത്രണം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണ പരിപാടികൾ നിർത്തിവെച്ചുകൊണ്ട് ഒരു ഓവർകോട്ടൊക്കെ ഇട്ട് ഡോക്ടർ അബ്ദുൽ സലാം എന്ന മുൻ കാലിക്കറ്റ് VC പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുടെ മുമ്പാകെ എത്തിയിട്ടുള്ളത്. അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് 9 മണിക്ക്, ഏതാണ്ട് 9 മണിക്ക് വന്ന SPG ലിസ്റ്റിൽ അദ്ദേഹം അറിയുകയാണ് നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ താനില്ല എന്ന്. നമ്മുടെ പ്രതിനിധി VS രഞ്ജിത്ത് അവിടെ അബ്ദുസലാമിൻ്റെ ബൈറ്റ് എടുക്കാൻ പോകുന്ന ഘട്ടത്തിൽ അബ്ദുസലാം അവിടുത്തെ ഒരു പാലക്കാട് ജില്ലാ ഭാരവാഹിയോട് തട്ടിക്കയറുകയായിരുന്നു. പക്ഷേ അതിന് തൊട്ട് ശേഷമാണ് നമ്മളുടെ ബൈറ്റിൽ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു വിഷമവും അല്ലെങ്കിൽ ഒരു നീരസവും ഒക്കെ നമ്മുടെ ഉണ്ട്. നോക്കിവിടെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും കുറവ് വരുന്നൊന്നുമില്ല. അതൊന്നും ആ നിലയിലല്ല വിലയിരുത്തുന്നത്. ഞാനിവിടെ കാണാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPക്ക് ഇതുവരെ പ്രഖ്യാപിച്ച 191 ആണെന്ന് തോന്നുന്നു ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 191 ഇതുവരെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയില്ല, ഉണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല. നമുക്ക് ഒരു നിയമസഭാംഗമില്ലാത്ത, ഒരു ലോക്സഭാംഗമില്ലാത്ത, കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിം പ്രതിനിധി ഇല്ലാത്ത പാർട്ടിയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. ഞാനത് ഇന്നത്തെ ചർച്ചാ വിഷയമായി കാണുകയും പിന്നീട് ഞാൻ അതിൻ്റെ വിവിധ വശങ്ങൾ ഒന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം ഉത്തരേന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ 50% മണ്ഡലങ്ങളിൽ BJP ഒരു കാരണവശാലും മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തില്ല. അങ്ങനെ ഇവിടെയും ഞാൻ കൃത്യമായി കണക്കെഴുതി വെച്ചിട്ടുണ്ട്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലും 2019 വരെ ഹിന്ദു സ്ഥാനാർത്ഥികളായിരുന്നു. 2021 ബൈ ഇലക്ഷനിലാണ് ആദ്യമായിട്ട് അബ്ദുള്ളക്കുട്ടിയെ നിർത്തുന്നത്, ഇപ്പോൾ അബ്ദുസലാമിനെ നിർത്തുന്നത്. അപ്പോൾ ഈ 2021 മുതലാണ് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണം മലപ്പുറത്ത് എന്നുള്ള നിലയിലൊരു ചിന്താഗതി വന്നിട്ടുള്ളത്. അത് സ്വാഭാവികമായും അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിനകത്ത് അബ്ദുള്ളക്കുട്ടിക്ക് കുറച്ച് വോട്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ BJPയെ സംബന്ധിച്ചു. അബ്ദുസലാമിന് ആ നിലയിൽ, അദ്ദേഹം തിരൂറുകാരനാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ നിലയിൽ വോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നറിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലുള്ള ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം മുസ്ലിം സ്ഥാനാർത്ഥികൾ? നമ്മൾ ഇനിയിപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് പോവാം. ബീഹാർ പോലുള്ള മുസ്ലിങ്ങൾ 50% മുകളിലുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ, അവിടെ നിയമസഭാ മണ്ഡലങ്ങളോ അങ്ങനെയുള്ളതുണ്ടല്ലോ, അവിടെ സാധാരണഗതിയിൽ BJP ഒരു ഹിന്ദു സ്ഥാനാർത്ഥി, അതും തീവ്ര ഹിന്ദുത്വ നിലപാടെടുക്കുന്ന സ്ഥാനാർത്ഥികളായിരിക്കും അവിടെയൊക്കെ സ്ഥാനാർത്ഥികളാകുന്നത്. ഇപ്പുറത്ത് RJDയുടെയോ നേരത്തെ JDU മറുഭാഗത്തുണ്ടാകുന്ന ഘട്ടത്തിലോ അവരുടെയൊക്കെ സ്ഥാനാർത്ഥികളായിരിക്കും ഉണ്ടാവുക. പെട്ടെന്നൊരു ദിവസം AMIMൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും BSPയുടെയോ ഒക്കെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അവിടെ വന്നു പെടുകയാണ് ചെയ്യുക. AMIM ഒന്നും അവിടെ ബീഹാറിൽ ഒരു സാധാരണ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം പോലും നടത്താറില്ല. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDക്ക് പ്രധാനമായും സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് മുസ്ലിം ഏരിയയിൽ നിന്നാണ്. RJD ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്
മുസ്ലിം ഏരിയയിൽ നിന്നാണ്. കാരണം ആകെ യാദവ് വോട്ടുകളും മുസ്ലിം വോട്ടുകളേ ഉള്ളൂ. പക്ഷേ അവിടെ AMIMൻ്റെ സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് AMIM എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്ത് കളയും വോട്ട്. നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് അത്രയല്ലേ അറിയുള്ളൂ. നമ്മൾ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ആഴത്തിൽ അറിയില്ലല്ലോ. കേരളത്തിലൊരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ AMIM വന്നിട്ട് ഇവിടെ മലപ്പുറത്തൊരു സ്ഥാനാർത്ഥി നിർത്തിയാൽ, അല്ലെങ്കിൽ പൊന്നാനിയിലൊരു സ്ഥാനാർത്ഥി നിർത്തിയാൽ എത്ര വോട്ട് കിട്ടും? ഒരു 2000 വോട്ട് കിട്ടും, അല്ലെങ്കിൽ 3000 വോട്ട് കിട്ടും, അല്ലെ? അത്രയേ ഉള്ളൂ. അതിനപ്പുറം അവർക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. അങ്ങനെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പൊതുവേ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ട്രെൻഡ് കണ്ടിട്ടുള്ളതെങ്കിൽ ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ ഒരു ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇവർ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഇപ്പോൾ BSP വന്ന് അവിടെ ഒരു പെട്ടെന്ന് ന്യൂനപക്ഷങ്ങൾ അങ്ങ് വിശ്വസിക്കുകയാണ്, അവർക്ക് വോട്ട് കൊടുക്കുകയാണ്. AMIM വരുന്നു, ഉടനെ AMIMന് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്നു, അവിടെ BJPയുടെ ഹിന്ദു സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്നുള്ളതാണ് പൊതുവേ കാണാറുള്ളത്. നമുക്ക് ഞാൻ എപ്പോഴും ഇലക്ട്രൽ വോട്ടിംഗ് മെഷീനൊക്കെ സംശയത്തോടു കൂടി മാത്രം കാണുന്നയാളാണ്. കാരണം ലോകത്ത് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഈ ഈ വോട്ടിംഗ് മെഷീൻ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവർ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാളൊക്കെ സാങ്കേതിക വിദ്യയിൽ തന്നെയാണ് മറ്റ് വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെയും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആസൂത്രണം ചെയ്തിട്ടുള്ളത്, നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പെട്ടെന്ന് അതിൻ്റെ ദുരുപയോഗ സാധ്യതകൾ കണ്ട് പിൻവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ആ നിലയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? വളരെ ഒരുപക്ഷെ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ ദുർഗ്രഹമായ രീതിയിലുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ സംഭവിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ്. അപ്പോൾ നോക്കൂ, അതിനെ ഞാൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അതായത് ഈ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾ വേണ്ട. പക്ഷേ കേരളത്തെ ഒരുപക്ഷെ സൊമാലിയ എന്ന് വിശേഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പിന്നെ എന്താ പറയുക, കേരള സ്റ്റോറി നടത്തുന്നു. അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വേണ്ട എന്ന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള വലിയ നേതാക്കൾ പറയുന്നു. എന്നിട്ട് ഇവിടെ വന്ന് കേരളത്തിൽ ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്തുകയും എന്നിട്ട് ആ ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ സ്നബ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സാധിക്കാതെ വരുന്നത് എന്ന് സംബന്ധിച്ചൊരു ആത്മപരിശോധന BJP നടത്തിയാൽ BJPക്ക് അക്കാര്യങ്ങൾ മനസ്സിലാവും. കാരണം കേരളത്തിലെ ജനങ്ങളെ അവഹേളിച്ചുകൊണ്ട്, ജനങ്ങളെ ഇകഴ്ത്തി പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങാൻ വരുന്നത്. കേരളത്തിലെ വളരെ നിർണായകമായ ഒരു ഘടകമാണ് ന്യൂനപക്ഷ വോട്ടുകൾ. അവരുടെ വോട്ട് വേണ്ട എന്ന് മറ്റൊരു സംസ്ഥാനത്ത് നിന്നാണെങ്കിൽ പോലും പിന്നീട് ആ പ്രസ്താവന അതിനേക്കാൾ മുതിർന്ന ഒരു BJP നേതാവ് കണ്ണിക്കാത്തതുകൊണ്ടും ന്യൂനപക്ഷ വോട്ടുകൾ വേണ്ട എന്ന് പറയുകയും ചെയ്ത് ഇവിടെ വന്ന് ന്യൂനപക്ഷ വോട്ടുകൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ഒരു എന്താ പറയേണ്ടത്, അത്രയും വിശാല മനസ്കരല്ല, അത്രയും ഹൃദയവിശാലത അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. തങ്ങളെ തള്ളിപ്പറയുന്നവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞതിന് ശേഷം ആ സ്ഥാനാർത്ഥിയെ സ്നബ് ചെയ്യുന്നതിലൂടെ ഒരിക്കൽ കൂടി BJP ന്യൂനപക്ഷ വിഭാഗവുമായി ഒരു തരത്തിലും കണ്ണി ചേർന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തെളിയിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോ. ശരി, മുസ്ലിം ന്യൂനപക്ഷത്തോടുള്ള BJPയുടെ സമീപനത്തിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള തിടുക്കമൊക്കെ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ കാര്യത്തെയും കാണേണ്ടത്. അപമാനിച്ചു എന്ന് ചോദിച്ചാൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ പരസ്യമായി അദ്ദേഹം പറഞ്ഞിട്ടില്ല എങ്കിലും പരസ്യമായി അദ്ദേഹത്തിന് എന്തൊരു ഗതികെട്ട പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. 18 കോടി ആളുകളുണ്ട്, ഇവിടെ വരുന്നുണ്ട്. 18 കോടി ജനങ്ങൾക്കിടയിൽ ഞാനും അതിലൊരാളാണെന്ന് പറയുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ആളാണ്, ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. അപ്പോൾ ആ ഒരു അംഗീകാരമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. നേരത്തെ നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ ജില്ലാ നേതൃത്വത്തിന് നേരത്തെ കിട്ടിയ അറിയിപ്പ് ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇക്കാര്യത്തിൽ പാർട്ടിയോട് താൻ അപമാനിക്കപ്പെട്ടു എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതൊരു പരാതിയായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പുറത്തേക്ക് അത് പറയുന്നില്ല എങ്കിൽ കൂടി പുറത്തേക്ക് പറഞ്ഞത് ഫോട്ടോ എടുക്കാൻ, മോദിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ ആയിട്ടാണ് വന്നത്, മലപ്പുറത്തേക്ക് മോദിയെ ക്ഷണിക്കാനാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതല്ല നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ആ വാഹനത്തിൽ SPG അനുവദിച്ചില്ല എന്ന് പറഞ്ഞു, വാഹനത്തിൽ സ്ഥലമില്ല എന്ന് പറയുന്നു. അത് പ്രായോഗികമായി ഒരുപക്ഷെ സ്ഥലമില്ല, നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു 4 പേർക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥികൾ നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ മാറി നിൽക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി മാറി നിൽക്കട്ടെ എന്നോ പാലക്കാട്ടെ സ്ഥാനാർത്ഥി മാറി നിൽക്കട്ടെ എന്നോ തീരുമാനിക്കുന്നില്ലല്ലോ. അപ്പോൾ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയാണ് മാറ്റി നിർത്തേണ്ടത്. മാറ്റി നിർത്താൻ പറ്റുന്നയാൾ അത് മാത്രമാണ് എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പൊതു സമീപനം. കണ്ണിൽ പൊടിയിടാൻ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയത് കൊണ്ട് കാര്യമില്ല. ഇത് BJPയുടെ സമീപനത്തിന് തുടർച്ചയായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. ബാലകൃഷ്ണൻ.
നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൗതുകരമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയത് ടി സിദ്ദിഖ് എം എൽ എ ആണ്. സിദ്ദിഖിൻ്റെ വളരെ രസകരമായിട്ടുള്ളൊരു പോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ വായിക്കാം. CAA എന്താണെന്ന് അറിയാത്തവർക്കായി മോദിജി ഇന്ന് പാലക്കാട്ട് വെച്ച് ഉദാഹരണം കാണിച്ചു തന്നിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം എന്താണെന്ന് അറിയാത്തവർക്ക് ഇതിലും നല്ല ഉദാഹരണം ഇനി കിട്ടാനില്ല. ഇത് വിശദീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് തന്ന മോദിജിക്ക് അഭിവാദ്യങ്ങൾ. സലാം മോദിജി എന്ന് പറഞ്ഞിട്ടാണ്. വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അത്. സിദ്ദിഖ് അതിൻ്റെ ഒരു CAയുടെ കോൺടെക്സ്റ്റിൽ വളരെ രസകരമായി വിശദീകരിച്ചിരിക്കുന്നു. നോക്കൂ, 267 സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെ BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. 267 സ്ഥാനാർത്ഥികളിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമേ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളൂ. അതാണ് അബ്ദുൾ സലാം എന്ന് പറയുന്നത്. ഈ അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രധാനമാണ് അബ്ദുൾ സലാം എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു വീഴ്ചയും അവിടെ സംഭവിക്കാൻ പാടില്ല. പ്രയോറിറ്റി യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് അബ്ദുൾ സലാമിനാണ്, അല്ലേ? പക്ഷേ അത് സംഭവിക്കുന്നില്ല. എന്ന് മാത്രമല്ല, നിവേദിത സുബ്രഹ്മണ്യവും അതുപോലെ തന്നെ C കൃഷ്ണകുമാറും K സുരേന്ദ്രനുമാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലുള്ളത്. അത് വളരെ യാദൃച്ഛികമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ പേരുണ്ടായിരുന്നില്ല, അതുകൊണ്ട് SPG അങ്ങനെ മാറ്റി നിർത്തി. ഇത്തരം വാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. നിങ്ങൾ രണ്ടാളുകളും ചൂണ്ടിക്കാണിച്ചതുപോലെ കൃത്യമായൊരു സന്ദേശം അതിലൂടെ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. അത് ആർക്കാണ് കൊടുക്കുന്നത്? ഇപ്പോൾ മലപ്പുറത്ത് അബ്ദുൾ സലാമിനെ മത്സരിപ്പിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണോ? ജയിക്കുന്ന ഒരു പ്രതീക്ഷയൊന്നും അബ്ദുൾ സലാമിനെ സംബന്ധിച്ച് BJPക്കും ഇല്ല, അബ്ദുൾ സലാമിനും ഇല്ല. അപ്പോൾ പിന്നെ മലപ്പുറത്തിൻ്റെ ഒരു സവിശേഷത വെച്ചിട്ട് അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും ആ സ്ഥാനാർത്ഥിയോട് BJP എന്ന പാർട്ടിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയിൽ അബ്ദുൾ സലാം ആ ഇലക്ഷനിൽ മത്സരിക്കുകയും വേണ്ട. ഇനി എന്താണ് മാറ്റി നിർത്തുന്നത് വഴി കൊടുക്കുന്നൊരു സന്ദേശം? അത് ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നൊരു സന്ദേശമാണ്. നോക്കൂ, ഞങ്ങൾ ഈ മോദിജിയുടെ കൂടെ നിൽക്കുന്നത്, മോദിയും മോദിജിയുടെ കൂടെ നിൽക്കുന്നവരുമാണ് സ്ഥാനാർത്ഥികൾ, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ കൃത്യമായൊരു വർഗീയ സന്ദേശം തന്നെയാണ് നൽകുന്നത്. അവിടെ ഈ പറയുന്ന അബ്ദുൾ സലാമിനെ ഒരു സ്കേപ്പ് ഗോട്ടാക്കി എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ബലിയാടാക്കുകയാണ്. ആ സന്ദേശം കൃത്യമായി കൺവേ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമായി കണ്ടെത്തി മനഃപൂർവ്വമായി അത് ചെയ്തു എന്ന് വിചാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ സാഹചര്യം അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ 3 സ്ഥാനാർത്ഥികളെ നിശ്ചയമായും അണിനിരത്തേണ്ട ഒരു പ്രകടന സമയത്ത് അതിൽ ആകപ്പാട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയും രാജ്യത്ത് തന്നെ ആകെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിരിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട ഒരു പ്രയോറിറ്റി കൊടുക്കാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിൻ്റെ പിന്നിൽ കൃത്യമായി വർഗീയ സന്ദേശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഹിന്ദുക്കളോട് മാത്രമല്ല കേട്ടോ. കേരളത്തിലാകുമ്പം എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളോടും കൂടിയാണ്. ഞങ്ങൾക്ക് മുസ്ലിങ്ങളോടുള്ളൊരു സമീപനം ഇതാണ് എന്ന് കൃത്യമായൊരു സന്ദേശം നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല, ഇത് നിശ്ചയമായും അപമാനിക്കലാണ്. ഇതൊരു തുടർച്ചയാണ്. ഞാനിത് ആവർത്തിക്കുന്നില്ല. നിങ്ങളൊക്കെ പറഞ്ഞ കണക്ക് ഒരു മുസ്ലിം MLAയും ഇല്ലാത്ത, ഒരു മുസ്ലിം MPയും ഇല്ലാത്ത, മുസ്ലിങ്ങൾക്ക് ഡോമിനേഷനുള്ള സ്ഥലത്ത് പോലും മുസ്ലിം കാൻഡിഡേറ്റ്സിനെ മത്സരിപ്പിക്കാത്തൊരു പാർട്ടിയാണ് BJP. BJPയുടെ ഒരു നയം അതാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മോഡിയുടെ 89 സെക്രട്ടറിമാരുണ്ട് കേന്ദ്ര സർക്കാരിൽ. ഒറ്റയാൾ ആ മുസ്ലിം സമുദായത്തിൽ നിന്നില്ല. 93 അഡീഷണൽ സെക്രട്ടറിമാരുണ്ട്. ഇതൊന്നും യാദൃച്ഛികമല്ല. ആ സമുദായം വളരെ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. വളരെ ആസൂത്രിതമായി മനഃപൂർവ്വമായി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. യാദൃച്ഛികമേ അല്ല, അങ്ങനെ കരുതാനേ കഴിയില്ല. അപ്പം BJPയുടെ മുസ്ലിമുകളോടുള്ള നയം, BJPയുടെ ഒരു വർഗീയ സന്ദേശം, അത് വ്യക്തമാക്കുന്ന ഒരു പരിപാടിയാണെന്ന് പാലക്കാട് സംഭവിച്ചത്. അത് അബ്ദുൾ സലാമിനെ അപമാനിക്കൽ തന്നെയാണ്. അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന് തന്നെയാണ് കേട്ടോ BJP കരുതുന്നത്. അതൊരു ചെറിയ ടാക്ടിക്കൽ നീക്കമൊന്നുമല്ല. അതിലൂടെ രാഷ്ട്രീയ ലക്ഷ്യം അതിന് കൃത്യമായിട്ടുണ്ട്. അത് ഹിന്ദുക്കൾക്ക് കൊടുക്കുന്ന ഒരു, ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നു, ഹിന്ദുക്കൾക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കും കൊടുക്കുന്ന ഒരു സന്ദേശമാണ് കേരളത്തിൽ നരേന്ദ്രമോദി. മലപ്പുറം പോകട്ടെ, പക്ഷേ കേരളത്തിൽ അവരുന്നം വെക്കുന്ന 4-5 മണ്ഡലങ്ങളുണ്ട്. ആ 4-5 മണ്ഡലങ്ങളിലേക്കുള്ള കൃത്യമായ സന്ദേശം ഇന്ന് നരേന്ദ്രമോദി തൻ്റെ ഈ പറയുന്ന റോഡ് ഷോയിലൂടെ അബ്ദുൾ സലാമിനെ മാറ്റി നിർത്തുന്ന വഴി കൊടുത്തു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നോക്കൂ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതായത് ഈ മുസ്ലിങ്ങളെ അകറ്റി നിർത്തുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ മുസ്ലിങ്ങളെ 2ാം തരം പൗരന്മാരായിട്ടാണ് കാണുന്നത് എന്ന് പറയുക വഴി ഒരു ഹാർഡ് ഹിന്ദുത്വ വോട്ടുകൾ സമാഹരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ അസം മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾക്ക് മുസ്ലിം വോട്ട് വേണ്ട, ഞങ്ങൾ 80-20 ആണ് എന്നൊക്കെ കൃത്യമായി 2 പ്രധാനപ്പെട്ട യോഗി ആദിത്യനാഥും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും വളരെ വ്യക്തമായ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മളതിനെ അവലോകനം ചെയ്ത് ഒരു വ്യാഖ്യാനം പോലെ പറയേണ്ട കാര്യമൊന്നുമില്ല. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഇവിടെ ഞാനൊക്കെ BJPയുടെ ബീറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ണിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, മുക്താർ അബ്ബാസ് നഖ്വി, ഷാനവാസ് ഹുസൈൻ, നജ്മ ഹെപ്തുള്ള, ആരിഫ് മുഹമ്മദ് ഖാൻ, സഫർ സരേഷ് വാല, സഫർ ഇസ്ലാം, അങ്ങനെ നിരവധി മുസ്ലിം നേതാക്കൾ ഉണ്ടായിരുന്നു.
ഇന്നിപ്പോൾ ആ നിലയിൽ എം ജെ അക്ബർ മന്ത്രിയായിരുന്നു. എം ജെ അക്ബർ ഒരു പരിധി വരെ, അത് പിന്നെ അവസാനം കോൺഗ്രസിൽ നിന്ന് ചാടിപ്പോയതാന്ന് പറയും. ഇവരൊക്കെ ബി ജെ പിയിൽ തുടങ്ങി ബി ജെ പിയിൽ അല്ല, നജ്മ ഇപ്പോൾ കോൺഗ്രസിൽ അതെ, നിന്നാണ്. നജ്മ ആ സമയത്ത് വന്നതാണ്. പക്ഷേ മുക്താർ അബ്ബാസ് നഖ്വി, ഷാനവാസ് ഹുസൈനൊക്കെ നമ്മൾ ബി ജെ പിക്കാരായിട്ടാണ് മനസ്സിലാക്കുന്നത്. വാജ്പേയിയുടെ കാലഘട്ടത്തിൽ വലിയ റോൾ ഉണ്ടായിരുന്നു. മന്ത്രിമാരായിരുന്നു. ആ നിലയിൽ ഒരു റോൾ കൊടുക്കാൻ ഇപ്പോൾ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഇപ്പോൾ അത്രയധികം എന്ന് വെച്ചാൽ മുക്താർ അബ്ബാസ് നഖ്വിയും ഷാനവാസ് ഹുസൈനും ഒക്കെ നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ഔന്നത്യത്തിലിരുന്ന ആളുകളായിരുന്നു ആ കാലഘട്ടത്തിൽ. ഏവിയേഷൻ മിനിസ്റ്റർ ആയിരുന്നു ഷാനവാസ് ഹുസൈൻ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ. അത്രയും പ്രാധാന്യത്തോടു കൂടി എന്ന് വെച്ചാൽ അന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വ പാർട്ടി ആണെങ്കിൽ പോലും മുസ്ലിങ്ങളുടെ ഒരു പ്രാതിനിധ്യത്തിൽ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ 2014 ശേഷമുള്ള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പ്രാതിനിധ്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവരെ ഇകഴ്ത്തി കാണിക്കുന്നതിലൂടെ, അത് ലഭ്യമായിട്ടുള്ള എല്ലാ അവസരങ്ങളിലും ഇകഴ്ത്തി കാണിക്കുന്നതിലൂടെ ഹാർഡ് കോർ ഹിന്ദുത്വ വോട്ട്, ഹിന്ദു വോട്ടല്ല കേട്ടോ, ഹാർഡ് കോർ ഹിന്ദുത്വ വോട്ട്, ആ വോട്ടിനെ പെനിട്രേറ്റ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഇപ്പോൾ സി എയുടെ കാര്യത്തിനകത്ത് നമ്മൾ നോക്കിയാൽ സി എ എന്തിനാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്? അപ്പോൾ വിഭജന കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ ബോധമുണ്ടല്ലോ, ഒരു 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 വൈകാരികതയുണ്ടല്ലോ, അത് തിരികെ കൊണ്ടുവരികയാണ്. നമുക്ക് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ പെട്ടുപോയിട്ടുള്ള ന്യൂനപക്ഷങ്ങളുണ്ട്. ആ ന്യൂനപക്ഷങ്ങളെ തിരികെ കൊണ്ടുവരുന്നു എന്ന് വടക്കേ ഇന്ത്യയിലെ ഹിന്ദു ആശയത്തിൽ വിശ്വസിക്കുന്നവരെ ബോധ്യപ്പെടുത്തുകയും അവനിൽ കുറച്ച് ചലനങ്ങൾ ആ നിലയിൽ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ബി ജെ പിയിൽ നിന്ന് കേൾക്കുന്നില്ലേ, ഒരൊറ്റ ആൾക്ക് പോലും പൗരത്വം നഷ്ടപ്പെടുന്നില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് നോക്കൂ, അത് വിഭാഗീയത സൃഷ്ടിക്കുകയാണ്. ആ പറയുന്ന വടക്കേ ഇന്ത്യയിലെ ഹിന്ദുത്വവാദിയെ അവനെ ഒന്നുകൂടി ഒന്ന് ഉലക്കുകയാണ്. അത് നോക്കൂ, പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായി കിടക്കുന്ന ഹിന്ദുവിനെ, അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായി കിടക്കുന്ന ഹിന്ദുവിനെ അവനെ തിരികെ കൊണ്ടുവരുന്നതിലൂടെ ആ പറയുന്ന വിഭജനകാല രാഷ്ട്രീയത്തിലെ ഈ പറയുന്ന നമ്മുടെ പിളർന്നുപോയ മനസ്സുണ്ടല്ലോ, രണ്ടായി തിരിഞ്ഞ മനസ്സുണ്ടല്ലോ, ആ തിരിഞ്ഞ മനസ്സിനെ തിരികെ പിടിച്ച് കൂടുതൽ വോട്ട് സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് അവസാനത്തെ ഇകഴ്ത്തൽ പോലും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് എൻ്റെ. ശരി, അബ്ദുൽ സലാമിനെ അപമാനിച്ചെന്നതിൽ 3 പേർക്കും അഭിപ്രായ വ്യത്യാസമില്ല, യെസ് എന്നാണ് 3 പേരും. Meet the editors.